ലോകത്തിന് മറക്കാൻ സാധിക്കാത്ത ഒരു വർഷമാണ് 2004. ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ ശക്തമായ ഭൂചലനം ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇല്ലാതാക്കിയത്. 2004 സുനാമിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോ. നമുക്ക് ആദ്യം സുനാമി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം. കടലിനടിയിലുണ്ടാകുന്ന ശക്തമായ ഭൂചലനമാണ് ഭൂമിയിൽ സുനാമി ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. ശക്തമായ ഭൂചലനം ഉണ്ടായ ശേഷം നിങ്ങൾ ഈ ആനിമേഷനിൽ കാണുന്ന മാതൃകയിൽ കരയിൽ നിന്നും കടൽ ഉൾവലിയുന്നു. അതിനുശേഷം തിരമാലകൾ ഭൂമിയിലേക്ക് ആഞ്ഞടിക്കുന്നു. ഇനി ഒന്നുകൂടി വ്യക്തമാവാൻ നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാം. കടലിൽ ഇതുപോലെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് അവിടെയുള്ള ജലത്തെ ബാധിക്കുന്നു. തുടർന്ന് ഭൂകമ്പം മൂലം അവിടെ ഉണ്ടാകുന്ന പ്രകമ്പനത്താൽ അവിടെ ഒരു വേവ് സൃഷ്ടിക്കപ്പെടുന്നു. അവിടെ സൃഷ്ടിക്കപ്പെട്ട ആ വേവ് ഒരു അന്ത്യം കണ്ടെത്താൻ വേണ്ടി അവിടെ നിന്നും യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ വെള്ളം വലിച്ചെടുത്ത് ആ വേവിന് ഉയരവും ശക്തിയും കൂടുകയാണ്. ഈ കൂറ്റൻ വേവിലേക്ക് ജലം ആകർഷിക്കുമ്പോൾ കരയിൽ കടൽ ഉൾവലിയുന്നു. 2004 സംഭവിച്ചത് ഇത് തന്നെയാണ്. സുനാമി തിരകൾ നാശം വിതച്ച പല സ്ഥലങ്ങളിലും ഇതുപോലെ കടൽ ഉൾവലിഞ്ഞിരുന്നു. ചില സ്ഥലങ്ങളിൽ മീറ്ററുകളോളം ഇതുപോലെ കടൽ ഉൾവലിഞ്ഞുപോയി. അന്ന് ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടൽ ഉൾവലിഞ്ഞപ്പോൾ അന്ന് ഒരുപാട് പേർ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. പിന്നീട് സംഭവിച്ചത് ഇതാണ്. കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് പതിച്ചു. കിലോമീറ്ററുകളോളം താണ്ടി വന്ന ആ രാക്ഷസ തിരമാലയ്ക്ക് ബിൽഡിങ്ങുകളും ബോട്ടുകളും മരങ്ങളും ഒന്നും ഒരു വിഷയമായിരുന്നില്ല. കൃത്യമായ കണക്ക് പറഞ്ഞാൽ 2,28,000 പേർ ഈ സുനാമിയിൽ മരണപ്പെട്ടു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 7,000 പേർ കൊല്ലപ്പെട്ടു. നമ്മുടെ കൊച്ചു കേരളത്തിലും സുനാമി തിരകൾ ആഞ്ഞുവീശി. ഇവിടെയും ഏതാണ്ട് 1,000 പേർ കൊല്ലപ്പെട്ടു. വരുന്ന ഭീകരമായ തിരമാലയെ കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നിന്നെങ്കിലും അത് അടുത്തെത്തിയപ്പോഴാണ് എല്ലാവർക്കും ആ തിരമാലയുടെ താണ്ഡവം മനസ്സിലായത്. കരയിലെത്തും മുന്നേ കടലിലുള്ള ബോട്ടുകളെല്ലാം തകർത്തെറിഞ്ഞു. അതിനുശേഷം കരയിൽ നിന്നവരുടെ നേരെ തായ്ലൻഡിൽ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ സുനാമിയിൽ കൊല്ലപ്പെട്ടത്. ക്രിസ്തുമസ് ആഘോഷിക്കാൻ ബീച്ചിലെത്തിയ പലരും ഈ സുനാമി തിരയിൽ കൊല്ലപ്പെട്ടു. തീരങ്ങളിൽ എങ്ങും നിലവിളികൾ ഉയർന്നു. ആളുകൾ എങ്ങനെയൊക്കെയോ പരക്കം പാഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഓടി രക്ഷപ്പെടാൻ നോക്കിയ പലരെയും അതിലും വേഗത്തിൽ ഈ സുനാമി തിരകൾ വന്ന് വിഴുങ്ങി. അന്ന് ന്യൂസ് ചാനലുകളിൽ വൈറലായ ഒരു വീഡിയോ ആണിത്. തായ്ലൻഡിലെ ഒരു ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അന്ന് സോഷ്യൽ മീഡിയയും ക്യാമറകളുള്ള മൊബൈൽ ഫോണുകളും കുറവായിരുന്നു. ഒരുപക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഭീകരത നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ശ്രീലങ്കയിലെ ഒരു തീരദേശ റിസോർട്ടാണ് നിങ്ങൾ കാണുന്നത്. ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ ഒരുപാട് പേർ ഈ റിസോർട്ടിൽ എത്തിയിരുന്നു. അവരിൽ ഒട്ടുമിക്ക ആളുകളും ആ സ്വിമ്മിംഗ് പൂളിന് അടുത്തുണ്ട്. എന്നാൽ എന്തോ വലിയ ഒരു ദുരന്തം വരുന്നുവെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. മറ്റു ചിലർ സാധാരണ വരുന്ന തിരമാലകളേക്കാൾ അല്പം കൂടി ശക്തി കൂടിയ തിരമാലകൾ വരുന്നുണ്ട് എന്ന് കരുതി അവിടെ തന്നെ നിന്നു. എന്നാൽ അവർ ഒരിക്കലും ചിന്തിച്ചു കാണില്ല തങ്ങളെ വിഴുങ്ങാൻ ശേഷിയുള്ള സുനാമി തിരകളാണ് ആ വരുന്നത് എന്ന്. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ റിസോർട്ടും ആ സ്വിമ്മിംഗ് പൂളും എല്ലാം കടലെടുക്കുകയാണ്. ഇപ്പോൾ ഒരു മനുഷ്യരെയും അവിടെ എങ്ങും കാണുന്നില്ല. ഏതാണ്ട് ഒരു 3 മിനിറ്റിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കാണുക. കടലും ആ സ്വിമ്മിംഗ് പൂളും എല്ലാം ഒന്നായിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ആളുകൾ അന്തം വിട്ടു നിന്നു. അങ്ങനെ ഇരിക്കെ 1 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇതാണ്. ആദ്യം വന്ന തിരമാലയേക്കാൾ ശക്തിയുള്ള തിരമാല വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നിങ്ങനെ തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് അവിടെ നിൽക്കുന്നവർക്ക് ആർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ 5 മിനിറ്റ് ആയപ്പോഴേക്കും അവിടെ ആകെ വെള്ളം കൊണ്ട് നിറഞ്ഞു. പിന്നീട് അവിടെ അവശേഷിച്ചത് ഇതാണ്. ഇതും അവിടെ താമസിക്കുന്ന ഒരു വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ കാണിക്കാൻ കാരണം ഇതുപോലെയാണ് ലോകത്ത് പലയിടത്തും സംഭവിച്ചത്. ഒന്നിനുമീതെ ഒന്നായി തിരമാലകൾ വന്നുകൊണ്ടേയിരുന്നു. ആ തിരമാലകൾ കരയിൽ പ്രവേശിച്ച് ഒരു മഹാദുരന്തമാണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായത്. ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ ഭൂമിയിൽ ഇനി വരാതിരിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ട്രാവൽ സ്റ്റോറി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.